സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പോളജിക്കൽ ഓർഡർ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം പറയാൻ സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഇതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫിലാണ് ഒരു ടോപ്പോളജിക്കൽ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുക. അതായത് വെർട്ടെക്സിൻ്റെ ഒരു പെർട്ടിക്കുലർ ഓർഡറാണ് എന്ത് ടോപ്പോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആയിരിക്കണം. സോ ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ എഡ്ജിനും ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടാകാൻ പാടില്ല. സോ ഇതാണ് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ സൈക്കിൾ ഉണ്ടോ എന്നാണ്. സോ ഈ ഗ്രാഫിൽ നമ്മൾ നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. സോ ഇതെന്തുണ്ട്, ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായല്ലേ. സോ ഈ ഗ്രാഫിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ടോപ്പോളജിക്കൽ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അപ്പോൾ ഈ ഗ്രാഫിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എഡ്ജിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിലൊരു എന്തുണ്ട്, സൈക്കിള് ഇല്ല. കാരണം ഇത് നോക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെയും എന്താണ്, ഈ എഡ്ജ് ഇവിടെ വെച്ച് ഇതാവേണം. അപ്പോൾ ഇവിടെയും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ ഇതിൽ സൈക്കിള് ഇല്ല. സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടോപ്പോളജിക്കൽ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ആദ്യം ക്യൂവിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോഡുകൾ ഇൻസേർട്ട് ചെയ്യണം. അത് എന്തിൻ്റെ ബേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള നോഡുകൾ അല്ലെങ്കിൽ വെർട്ടിക്സ് ഏതാണോ ആ വെർട്ടെക്സിനെയാണ് നമ്മൾ ഈ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർട്ടെക്സിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എഡ്ജൊന്നുമില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് ഔട്ട് ഗോയിങ് ആണ് അല്ല, ഇതിൽ ഇൻകമിങ്, ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു എഡ്ജും ഇല്ലല്ലോ. സോ അതെന്താണ്, അപ്പോൾ അങ്ങനെയുള്ള എഡ്ജ് ഏതൊക്കെയാണോ അതൊക്കെ ഈ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ ഈ യുവിനും ഡബ്ല്യുക്കും എന്തില്ല, ഇൻകമിങ് ആയിട്ടുള്ള എഡ്ജസ് ഇല്ല. സോ അതിനെ ഞാൻ യുവിനെയും ഡബ്ല്യുവിനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, സോ ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡബ്ല്യുവും യു എന്നും എഴുതാം. അപ്പോൾ ഒരു ഗ്രാഫിന് ഒരു പർട്ടിക്കുലർ ഓർഡർ അല്ല, ടോപ്പോളജിക്കൽ ഓർഡർ പല രീതിയിലും വരാം. ഓക്കെ, അപ്പോൾ ഞാൻ യു ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഏതൊക്കെയാണോ ഇൻ ഡിഗ്രി 0 ഉള്ള വെർട്ടിസസിനെ ഞാൻ എന്ത് ചെയ്തു, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് എന്ത് ചെയ്തു, ഗ്രാഫിനെ ഞാൻ വരയ്ക്കുകയാണ്. സോ ഈ യുവിനെ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡി ക്യൂ ചെയ്യും. ക്യൂയിൽ നിന്ന് എന്ത് ചെയ്യും, യുവിനെ ഡി ക്യൂ ചെയ്യും. ഓക്കെ, യുവിനെ ഡി ക്യൂ ചെയ്ത് ഇവിടെ ഓർഡർ ഇവിടെയാണ് എഴുതണേ. ഓക്കെ, സോ യുവിനെ ഇവിടെ എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡി ക്യൂ ചെയ്യുമ്പോൾ ആ നോഡിനെ ഞാൻ ഇവിടെ നിന്ന് ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യണം. സോ ഗ്രാഫിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള വെർട്ടെക്സും എഡ്ജസും അതേപോലെ തന്നെ വരക്കാം. ഓക്കെ, സോ അതെന്ത് ചെയ്തു, ഇങ്ങനെയായി. എന്നിട്ട് നമ്മൾ പിന്നെയും ചെക്ക് ചെയ്യണം ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള ഇനി ഏതൊക്കെ നോഡ് ഉണ്ടെന്ന്. സോ ഇനി ഏതൊക്കെ നോഡുണ്ട്, ഇതിപ്പോൾ വിയുടെ ഇൻ ഡിഗ്രി എത്രയാണ്, ഇൻകമിങ് ആയിട്ടൊരു എഡ്ജുള്ളല്ലോ. സോ വിയുടെ ഇൻ ഡിഗ്രി 0 ആയതുകൊണ്ട് വീനെ ഞാൻ എന്ത് ചെയ്തു, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, വീനെ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത എന്ത് ചെയ്യണം, ഞാൻ അടുത്ത ഒരു വെർട്ടെക്സിനെ ഞാൻ എന്ത് ചെയ്യുക, ക്യൂയിൽ നിന്ന് ഡി ക്യൂ ചെയ്യുക. സോ ഡബ്ല്യുവിനെ ഡി ക്യൂ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓർഡറിൽ എഴുതി. ഓർഡറിൽ എഴുതുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യണം, ഈ ഗ്രാഫിൽ നിന്ന് ഡബ്ല്യുവിനെ റിമൂവ് ചെയ്യുക. സോ ഡബ്ല്യുവിനെ റിമൂവ് ചെയ്തു, ബാക്കി ഫിഗർ അതേപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ബാക്കി ഫിഗർ അതേപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യണം ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള ഏതൊക്കെ വെർട്ടിസസ് ഉണ്ടെന്ന് നോക്കുക. ഇതിങ്ങനെ നോക്കുമ്പോൾ എന്തുണ്ട്, ഇസഡ് അല്ലേ, ഇസഡ് എന്താണ് വെർട്ടിക്സ്, ഇസഡിൻ്റെ ഇൻ ഡിഗ്രി 0 ആണ്. സോ വി ഇസഡ് ഞാൻ എന്താക്കി, ഇസഡിനെ ഞാൻ പിന്നെയും ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യുക, അടുത്ത ഒരു വെർട്ടെക്സ് ഞാൻ എന്ത് ചെയ്യും, വെർട്ടെക്സ് ഞാൻ ഇതിൽ നിന്ന് ഡി ക്യൂ ചെയ്യും. സോ വീനെ ഡി ക്യൂ ചെയ്തിട്ട് ഓർഡറിൽ എഴുതാം, യു ഡബ്ല്യു വി ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, വീനെ ഡി ക്യൂ ചെയ്തതിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. സോ വീനെ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് വൈ ഇസഡ് വരും. ഓക്കെ, ഇനി ഇതിൽ ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള വെർട്ടെക്സ് ഇവിടെ എഴുതാം. സോ അപ്പോൾ ഏതായിരിക്കും, ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ളത് വൈ ആണ്. സോ വൈനെ ഞാൻ എന്ത് എഴുതി, ഈ ക്യൂവിലേക്ക് എഴുതി. ഓക്കെ, വൈനെ ഞാൻ ക്യൂവിലേക്ക് എഴുതി. ഇനി ക്യൂവിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫസ്റ്റത്തേനെ ഡി ക്യൂ ചെയ്യുക. സോ ഇസഡിനെ ഡി ക്യൂ ചെയ്തിട്ട് ടോപ്പോളജിക്കൽ ഓർഡറിൽ എഴുതി യു ഡബ്ല്യു ഇസഡ്. ഓക്കെ, ഇനി ഇസഡിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നോക്കുക ഇതിൽ ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള ഏതൊക്കെ ഉണ്ടെന്ന്. സോ ഓൾറെഡി നമ്മൾ വൈ എഴുതിയേക്കണതാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എന്ത് ചെയ്യുക, ഈ വൈനെ ക്യൂയിൽ നിന്ന് ഡി ക്യൂ ചെയ്യുക. വൈനെ ഈ ഓർഡറിലേക്ക് എഴുതുക. എന്നിട്ട് വൈനെ എന്ത് ചെയ്യണം, ഓർഡറിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. പിന്നെ ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ളത് എഴുതാം. അപ്പോൾ ഏതാണ് പിന്നെയുള്ള എക്സിനെ ക്യൂ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എക്സിനെ ഡി ക്യൂ ചെയ്തു. അപ്പോൾ യു ഡബ്ല്യു ഇസഡ് വൈ എക്സ് എന്ന് പറഞ്ഞത് ഒരു ടോപ്പോളജിക്കൽ ഓർഡറാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്,
ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഡബ്ല്യു എന്നോ ഡബ്ല്യു യു എന്നോ എഴുതാം. സോ ഡബ്ല്യു യു എന്ന് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? ഓക്കെ, ഡബ്ല്യു യു എന്ന് എഴുതിയിരുന്നെങ്കിൽ ഡബ്ല്യു യു എക്സ് വൈ ഇസഡ് വൈ എക്സ് എന്നായിരിക്കും ഓർഡർ. അപ്പോൾ ഈ 2 ഓർഡറാണ് ഈ ഗ്രാഫിൽ നിന്ന് വരുന്ന ടോപ്പോളജിക്കൽ ഓർഡർ.